നമസ്കാരം, ഞാൻ ബിന്ദുരാജ്. മൂന്നിയൂർ തലപ്പാറയുടെ ഹൃദയഭാഗത്ത് സാമൂഹിക വിരുദ്ധർ ടൺ കണക്കിന് മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. പുഴുക്കൾ നിറഞ്ഞ നിലയിൽ നിരവധി ചാക്കുകളിലായാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. അത് കാരണം കച്ചവടക്കാരും തൊട്ടടുത്തുള്ള മദ്രസയിൽ ഉള്ളവരും വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ഈ സാമൂഹിക ദ്രോഹികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ഞായറാഴ്ച സാമൂഹ്യ ദ്രോഹികളുടെ വലിയൊരു ദ്രോഹമാണ് ഈ പ്രദേശത്തോട് ചെയ്തിട്ടുള്ളത്. ഈ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒന്നിച്ച് കുന്നുകൂടെ കിടക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു പോയതാണ്. ഇതിന്റെ തൊട്ടടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ, അതിനപ്പുറം തന്നെ 10 മീറ്റർ അകലെ മദ്രസ, അതോടൊപ്പം തന്നെ ഒരു 20 മീറ്റർ അപ്പുറത്ത് പള്ളി. ഇങ്ങനെ ഒരു വളരെ ജനനിബിഡമായ ഒരു ഏരിയയിൽ രാത്രി കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണത്. ഇതുകൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ്, ഇതിന്റെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പലരും ഇത് വന്ന് നോക്കി, ആളുകൾ അന്വേഷിച്ച് ഇവിടെ അടുത്തുള്ള CCTVകളൊക്കെ പരിശോധിച്ചിട്ടും ഈ ആരാണിത് കൊണ്ടുവന്നിട്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏത് വാഹനത്തിലാണ് കൊണ്ടുവന്നത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇത് ഒരു അതിക്രൂരമായ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ ഈ മാലിന്യങ്ങൾക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഈ പണി ചെയ്തത് അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മദ്രസ ഭാരവാഹികള് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ മദ്രസയിലൊന്നും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്താൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ അധികാരികളുടെ പഞ്ചായത്ത് ഇതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോലീസും ഇതിൽ ഇടപെട്ട് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് ഈ പ്രദേശത്തുള്ള ഈ കൂടിയ ജനങ്ങൾക്ക് മുഴുവൻ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ സത്വരമായ ഒരു ശ്രദ്ധ ഈ മേഖലയിലേക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ആര് ചെയ്തതാണെങ്കിലും നമ്മുടെ ഈ മദ്രസ, അതുപോലെ തന്നെ ഇതുപോലെ ബിൽഡിംഗ്, പള്ളി, ഇതെല്ലാം പരിസരത്ത് ഉള്ള ഈ ക്രൂരത ആര് ചെയ്താലും അവരെ കണ്ടുപിടിക്കണമെന്ന് വിനീതമായി അവർ പറയുകയാണ്. അതുപോലെ തന്നെ 100-200ഓളം കുട്ടികൾ ഈ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അധ്യാപകർ അവർക്ക് രാത്രിയിലും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ സ്മെല്ല് കാരണം കുട്ടികൾ പോവുകയാണെന്നുള്ള തീരുമാനത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഇത് ആര് ചെയ്താലും അവരെ പേര് കർശന നടപടി എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാര്യങ്ങളിവിടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഫിറോസ് സാഹിബൊക്കെ ഇവിടെ പറഞ്ഞു. ഞാനൊരു വ്യാപാരി പ്രതിനിധിയാണ്. അടുത്തുള്ള കച്ചവടക്കാർക്കും കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും സാധ്യമാകുന്ന CCTV പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു അംശം ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിലും അതുപോലെ തന്നെ അധികാരപ്പെട്ട പഞ്ചായത്തിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അംശം കിട്ടിക്കഴിഞ്ഞാൽ അത്തരക്കാർക്കെതിരെ നല്ല നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ യുവാക്കൾ ഒരു നിലക്കും പിന്നോട്ട് പോകില്ല എന്ന് അറിയിക്കുകയാണ്. ഇത് ചെയ്തത് ആരായാലും അതിന്റെ പിന്നിൽ ഇവിടുത്തെ യുവതയുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.